വിഭാഗമാരെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനും മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പടച്ചവനെ മനുഷ്യന്റെ രൂപത്തിലാണ് ജിബ്രീൽ കടന്നു വന്നത്. അങ്ങനെ നബിതങ്ങളും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഇങ്ങനെ വഴിയിലൂടെ നടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബി ഇങ്ങനെ കടന്നു വരികയാണ്. നബിതങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അബൂദർ കണ്ടപ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, പടച്ചവനെ എന്തോ വലിയ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കയറി സലാം പറഞ്ഞിട്ട് ആ ചർച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. അതുകൊണ്ട് അബൂദർ മിണ്ടാതെ നടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ അബൂദർ ഇങ്ങനെ സലാം പറയാതെ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? അബൂദർ സലാം പറഞ്ഞില്ലല്ലോ. സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു, ജിബ്രീൽ, എന്റെ അബൂദറിനെ നിനക്കറിയുമോ? എന്റെ അബൂദറിനെ നിനക്കറിയുമോ? അത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? ആ അബൂദറിനെ മദീനക്കാർക്ക് പോലും അറിയാത്ത സമയമാ. ആ അബൂദറിനെ കുറിച്ചാണ് ജിബ്രീൽ പറയുന്നത്. എനിക്കറിയാൻ നബിയേ, എനിക്കറിയാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയാണ് പരിചയമുള്ളത്? ആ സമയത്താണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അസ്റു ഫിൽ അർദി. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന, ദുനിയാവിലെ ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല, അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. ഏതു മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും. കാരണം അബൂദർ VVIP ആണ്. ദുനിയാവിലെ VVIP അല്ല, മലക്കുകളുടെ ലോകത്തിലെ VVIP ആണ് അബൂദർ. എല്ലാ മലക്കുകൾക്കും പരിചയമുള്ള സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? എന്റെ അബൂദറിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ആ അബൂദറിനെ സ്നേഹിക്കാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. എന്താണ് അബൂദറിന്റെ സ്വഭാവം എന്നറിയുമോ? അബൂദർ ഒരു പരിത്യാഗിയായിരുന്ന സ്വഹാബിയാ, ഒരു പരിത്യാഗിയായ സഹാബിയാ. പച്ച മലയാളത്തിൽ പറഞ്ഞ അബൂദറിന് ദുനിയാവിനോട് വെറുപ്പായിരുന്നു, ദുനിയാവിനോട് വെറുപ്പായിരുന്നു, ആഖിറത്തോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അബൂദർ ദുനിയാവിനെ വെറുത്തു, ആഖിറത്തെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അബൂദറിനെ സ്നേഹിച്ചു എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ കേൾക്കാമെന്നിരിക്കുന്ന മുസ്ലിമേ, നമുക്ക് നേരെ തിരിച്ചാടോ. നമുക്ക് അതാ ദുനിയാവ് മതി, ആഖിറം നമുക്ക് വേണ്ട. മരണവും ഖബറും നരകവും പരലോകവും ഒന്നും നമുക്ക് ഇഷ്ടമല്ല. പടച്ചവനെ ഉസ്താദേ, മരണവും ഖബറുമല്ലാതെ വേറെ വിഷയമില്ല. എവിടെ പോയാലും മരണവും നരകവും ഖബറും പരലോകവും സിറാത്തും മീസാനും ഇതല്ലാതെ വേറെ ഒന്നും പറയാറില്ല. മരണത്തെ കുറിച്ച് പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല. പടച്ചവനെ, ദുനിയാ
ദുനിയാവ് മതിയടോ, ദുനിയാവ് മതിയടോ, ദുനിയാവിനോട് വല്ലാത്ത സ്നേഹമാണ്. എങ്കിൽ അബൂദർ അങ്ങനെയല്ല. അബൂദറിന് ആഖിറം മതി, മരണത്തിനു ശേഷമുള്ള ജീവിതം മതി. ആ ജീവിതത്തെ കുറിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി, നിങ്ങൾ നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാൻ പാടില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, പിന്നെ തന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടിയാലും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് എത്ര ലക്ഷം കിട്ടിയാലും അത് പാവങ്ങൾക്ക് കൊടുക്കുകയാ. കാരണം അല്ലാഹു പറഞ്ഞത് കൂട്ടിവെക്കരുതെന്നാണ്. അബൂദർ അങ്ങനെയാണ്. അങ്ങനെ കൂട്ടിവെക്കുന്നവരെയും ഇഷ്ടമല്ല. സഹാബാക്കളോട് പറയും, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് കൊടുക്ക്. ഇങ്ങനെ വീട് കെട്ടല്ല്, നിങ്ങൾ പണം സൂക്ഷിച്ചു വെക്കല്ല്. ഇതൊക്കെ നാളെ അല്ലാഹു തീയുടെ മലയായി നിന്റെ കഴുത്തിൽ തൂക്കിയിടുമെന്ന് അബൂദർ സ്വഹാബത്തിന്റെ വീടിന്റെ മുറ്റത്ത് ചെന്ന് വഅദ് പറയുകയാണ്. സഹികെട്ടിട്ട് സഹാബത്ത് നബിയോട് ചെന്ന് പരാതി പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറയുന്ന അവസ്ഥയെത്തി. പടച്ചറബ്ബേ, നബി തങ്ങൾ അബൂദറിനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോ അബൂദർ പറഞ്ഞത് അല്ലാഹയല്ലേ പറഞ്ഞത് കൂട്ടിവെക്കാൻ പാടില്ലെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. അബൂദറിന്റെ സ്വഭാവത്തിന് മാറ്റമില്ലടോ, അബൂദറിന്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ല. നബി തങ്ങളെ വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഖലീഫയായി. അപ്പോഴും അബൂദറിന്റെ വഅദ് പറഞ്ഞതിൽ കൂടുതലല്ലാതെ കുറഞ്ഞിട്ടില്ല. അങ്ങനെ അബൂബക്കർ തങ്ങളുടെ കാലം കഴിഞ്ഞു, ഉമർ തങ്ങളുടെ കാലഘട്ടം വന്നു. അപ്പോഴും അബൂദർ വഅദ് പറയാൻ തുടങ്ങി. ഉമർ തങ്ങളുടെ വഫാത്തായി. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം കടന്നു വന്നു. അപ്പോഴും വഅദ് പറയാൻ തുടങ്ങുകയാണ്. ജനങ്ങളുടെ പരാതി കൂടി അവസാനം സഹികെട്ടിട്ട് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നാട് കടത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ദുനിയാവിനെ ഇഷ്ടപ്പെടരുത്. ആഖിറത്തെ സ്നേഹിച്ചാൽ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ സ്നേഹിക്കുകയാണ്. നമുക്ക് ദുനിയാവ് മതിയടോ, അധികാരം വേണം, ഒരുപാട് സമ്പത്തുണ്ടാക്കണം, ഹലാലോ ഹറാമോ നോക്കാറില്ല. തിന്നണം, കുടിക്കണം, സുഖിക്കണം, ആസ്വദിക്കണം. ഈ ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. എല്ലാവർക്കും പണം മതിയല്ലോ, എല്ലാവർക്കും അധികാരം മതിയല്ലോ. പലരും പറയുന്നത് ഉസ്താദേ, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഈ ജീവിതം സുഖിക്കാനുള്ളതാ. നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്ത് ജീവിക്കാനുള്ളതല്ല. ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഹലാലും ഹറാമും നോക്കാതെ നടക്കുന്ന മുസ്ലിമേ, ഇന്നത്തെ ഉപ്പമാര് പഠിക്കേണ്ടതെന്നറിയുവോ? ഇന്നത്തെ ഉമ്മമാര് പഠിക്കേണ്ടതെന്തെന്നറിയുവോ? ഉമ്മമാര് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വാചകമേതാ? 6ലും 7ലും 8ലും പഠിക്കുന്ന ചെറിയ മക്കളുണ്ടല്ലോ, ആ പ്രായപൂർത്തിയാകാത്ത മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, നല്ലതുപോലെ പഠിക്കണം മക്കള്, നല്ല മാർക്ക് വാങ്ങണം, ഉന്നത വിജയം നേടണം, നീ റാങ്കോട് കൂടി വിജയിക്കണം മോനെ, എങ്കിലേ നല്ല ജോലി കിട്ടൂ, നല്ല ജോലി ഉണ്ടെങ്കിലേ മോനെ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. ഇന്നത്തെ ഉമ്മമാര് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇന്നത്തെ ഉമ്മമാര് തന്റെ മക്കളോട് പറയുകയാണ്, ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം വേണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമകന് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത് എന്തിനാണെന്നറിയോ? പണം എളുപ്പത്തിൽ ഉണ്ടാക്കാരാ, എളുപ്പത്തിൽ പണമുണ്ടാക്കണം. കാരണം ഉമ്മ പഠിപ്പിച്ചു കൊടുത്തത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. കഞ്ചാവ് കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, ഹറാമായ വഴിയിലൂടെ പണം സമ്പാദിക്കുകയാണ്. ഇന്നത്തെ തലമുറയ്ക്കത് പഠിപ്പിച്ചു കൊടുത്തപ്പോ പടച്ചവനെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചവരാണ്. എന്റെ ജില്ലയാണ് കൊല്ലം ജില്ല, എന്റെ വീടിന്റെ പരിസരത്താണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ മകള്. അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോയത് എന്തിനാണെന്നറിയുവോ? പണത്തിനാ
സഹോദരാ, വിദ്യാഭ്യാസമില്ലാത്തവരല്ല, ഒരു കുടുംബക്കാരല്ലേ. പടച്ചവനെ ഇന്ന് പണം മതിയടോ എല്ലാവർക്കും, ആരും ഒന്നും നോക്കുന്നില്ല. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അത് കള്ള് കച്ചവടം ചെയ്തിട്ടാണെങ്കിലും, കൊലപാതകം ചെയ്തിട്ടാണെങ്കിലും, പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും, ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണെങ്കിലും, പടച്ചവനെ കുട്ടികളെ കടത്തിയിട്ടാണെങ്കിലും, എങ്ങനെയാണെങ്കിലും പണമുണ്ടാക്കണം, പണമുണ്ടാക്കണം, പണമുണ്ടാക്കണം. നിന്റെ മക്കളെ തകർത്തത് നിന്റെ ആർത്തിയാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ, നീ ആരെ പോലെയാകണമെന്നറിയുവോ? നിന്റെ ജോലി എന്താണെന്ന് നിന്റെ മക്കൾക്കറിയില്ല, നിന്റെ ശമ്പളം എന്താണെന്ന് നിന്റെ മക്കൾക്കറിയില്ല. ചോദിക്കുന്നതിനനുസരിച്ച് വാരി വാരി മക്കൾക്ക് കൊടുക്കുമ്പോ നീ പഠിക്കേണ്ടത് ആരെയും അറിയുമോ? നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ പോലെ നിനക്കൊന്ന് ഉപദേശം കൊടുക്കാൻ കഴിയണം ബാപ്പാ. നീ ഉപദേശിക്കണം ബാപ്പാ. നിന്റെ മക്കളെ അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. ആ മക്കളെ ഉപദേശിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. ഒരു വാപ്പാരെ പോലെയാകണമെന്നറിയുവോ? മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നാട് കടത്തിയിട്ട് ഒറ്റയ്ക്കൊരു തമ്പ് കെട്ടിയിട്ട് ജീവിക്കുകയാണ്. ജനങ്ങളില്ലാത്ത, അയൽവാസികളില്ലാത്ത സ്ഥലത്ത് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഒറ്റയ്ക്ക് കഴിയുമ്പോ അവിടുത്തെ മരണം കടന്നു വരികയാ. സക്കറാത്തിന്റെ അവസ്ഥ കടന്നു വന്നപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി മരണമെടുത്തെന്ന്. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി തന്റെ ഭാര്യയെയും മക്കളെയും വിളിക്കുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാ, ഉപ്പാടെ കയ്യിലൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടി വാപ്പ ഒന്നും കരുതി വെച്ചിട്ടില്ല. ഒരുപാട് സമ്പത്തുള്ളവനായിരുന്നു നിങ്ങളുടെ വാപ്പ. കണ്ണു കുടിച്ച് കളഞ്ഞതല്ല, ചൂതാടിയിട്ട് കളഞ്ഞതല്ല, പെണ്ണ് പിടിച്ചിട്ട് കളഞ്ഞതല്ല. വാപ്പാടെ സമ്പത്ത് മുഴുവനും പാവങ്ങൾക്ക് കൊടുത്തതാ. അതുകൊണ്ട് ഉപ്പാനെ വെറുക്കല്ലേ, ഉപ്പയോട് ദേഷ്യം വെക്കല്ലേ. വാപ്പ മരിച്ചാ കഫം തുണി വാങ്ങാ പൈസ ഇല്ല മക്കളെ, കയ്യിലൊന്നുമില്ല. പടച്ചവനെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആരോടാ പറയുന്നത്? ആൺകുട്ടികളോടല്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബിക്ക് 3 പെമ്മക്കളാണുള്ളത്. ആ 3 പെമ്മക്കളെ വിളിച്ചിരിയെ പറയുകയാണ്, പാവപ്പെട്ടവനാണ്, ഉപ്പാടെ കയ്യിലൊന്നുമില്ല, കഫം തുണി വാങ്ങാൻ പോലും ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല. എന്നാലും എന്റെ മക്കൾ എന്നെ ഓർത്തിട്ട് സങ്കടപ്പെടണ്ട. ഞാൻ മരിച്ചാ എന്നെ എങ്ങനെയാണ് കഫം പൊതിയുന്നത്? എന്നെ എങ്ങനെയാണ് കഫം പൊതിയുന്നത്? ആരാണ് കബറടക്കുന്നത്? മക്കളെ, നിങ്ങൾ എന്റെ വിഷയമോർത്തിട്ട് സങ്കടപ്പെടണ്ട, ഒരു ബേജാറും വേണ്ട. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ ജനാസ കുളിപ്പിക്കണേ. എന്നിട്ട് ജനങ്ങളെ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയോരത്ത് എന്റെ ജനാസ കൊണ്ടുപോയി വെക്കണം. എന്റെ ജനാസ കൊണ്ടുപോയിട്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയോരത്ത് വെക്കണം. അതാ ഉംറ കഴിഞ്ഞ ആൾക്കാർ വരുന്നത് കാണാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് ഉംറ കഴിഞ്ഞു വരുന്നവരെ കണ്ടാ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാ നിങ്ങൾ വിളിച്ചു പറയണേ മക്കളെ. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ലോകത്തോട് യാത്ര പറഞ്ഞു. വാപ്പ പറഞ്ഞതുപോലെ മക്കൾ ഉപ്പയുടെ ജനാസ എടുത്തു വഴിയോരത്ത് കൊണ്ടുപോയിട്ട് കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ അതാ വരികയാ
അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തിട്ട് 70ഓളം വരുന്ന ഒരു സംഘം വരികയാ. ആരാ നേതാവെന്നറിയുവോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയുടെ നേതൃത്വത്തിൽ 70ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞ് വരുമ്പോ 3 പെൺമക്കളും മാറി നിൽക്കുകയാണ്. വിളിച്ചു പറയുന്നു, ജനങ്ങളെ, ഞങ്ങളുടെ വാപ്പയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ